ഫാത്തിമ തെഹ്ലിയ വലിയ രീതിയിൽ പൊതുസമൂഹം ഇടപെട്ട കേസാണ് ഇത് എന്ന് തന്നെ പറയാം. ആ കേസിൽ ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നു. പക്ഷേ അവർക്ക് വലിയ രീതിയിൽ പോലീസ് സംരക്ഷണം ലഭിച്ചു എന്ന ഒരു ആക്ഷേപമാണ് ഉയരുന്നത്. അത് പല കോണിൽ നിന്നുയരുന്നു. BJP അത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നു. ആ കുടുംബം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. നീതി കിട്ടുമോ എന്നറിയില്ല എന്ന ഒരു സംശയം ആ കുടുംബം പങ്കുവെക്കുന്നു. എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കിക്കാണുന്നത്? ഒരു അനാവശ്യ സംരക്ഷണം ഒരുക്കിയാണോ പോലീസ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം പറയാനുള്ളത്, ഇതൊരു ക്രിമിനൽ ഒഫൻസാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ കൃത്യമായിട്ട് പോലീസ് ഈ ഇരകളായവരുടെ രക്ഷിതാക്കളെ കാണുകയും സുഹൃത്തുക്കളെ കാണുകയും അവരുടെ മൊഴിയെടുക്കുകയും ഈ കേസ് പരിശോധിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും എടുത്തു. അവസാനം ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഈ രാജ്യത്ത് ഈ നീതിന്യായ വ്യവസ്ഥയിൽ ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് പ്രതി അറസ്റ്റ് ചെയ്യേണ്ടത്, ഏത് രൂപത്തിലാണ് അവർക്ക് ഒരു അക്യൂസ്ഡ് എന്നുള്ള രൂപത്തിൽ നിയമസഹായങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഇവിടെ പോലീസിങ് എഫക്റ്റീവ് ആവുക, ഇവിടെയുള്ള ജുഡീഷ്യൽ സിസ്റ്റം എഫക്റ്റീവ് ആവുക, അങ്ങനെ ഈ സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസുകൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും അതിന് കൃത്യമായിട്ടുള്ള രൂപത്തിൽ തന്നെ ജസ്റ്റിസ് വാങ്ങിക്കൊടുക്കാനും പറ്റും. ഇപ്പോൾ ദീപകിന്റെ വിഷയത്തിൽ നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും മോശമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അവർ ഇന്റൻഷനോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ദീപക് മരണത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പം ഈ വീഡിയോയുടെ കണ്ടന്റ് പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ ഈ പ്രതിക്ക് നേരെ FIR ഇടുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തൊന്നും ആർക്കും രണ്ട് അഭിപ്രായമില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളാണ്. പോലീസ് അവർക്ക് നോട്ടീസ് കൊടുത്തു, അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി, അവരെ രക്ഷപ്പെടാൻ അനുവദിച്ചില്ല. നമ്മൾ ഇന്ന് രാവിലെയൊക്കെ കേട്ടുകൊണ്ടിരുന്നത് ഈ നാട്ടിൽ നിന്ന് പ്രതി മറ്റൊരു രാജ്യത്തേക്ക് കടന്നു എന്നൊക്കെയുള്ളതായിരുന്നു. കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ കേട്ടിരുന്നു. പക്ഷേ പോലീസ് കൃത്യമായിട്ട് ഇവരെ മാപ്പ് ചെയ്യുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയേണ്ട കാര്യമായിട്ടാണ് കണക്കിലാക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നമ്മൾ ഇതിൽ ഒരാളും മറ്റൊരാളുടെ, അതായത് ഇരയുടെ ഭാഗത്തൊരാള് പ്രതിയുടെ ഭാഗത്തൊരാള്, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. മുതലെടുപ്പിന്റെ യാതൊരു കണികയും ഇതിലെ ഉണ്ടായിട്ടില്ല. എന്താണോ ഇതിൽ അർഹിക്കുന്ന നീതി അത് ദീപകിന് വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ നിലപാട്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.